ഇതെന്താണെന്നറിയോ? ചേമ്പ്. ചേമ്പ് നന്നാക്കാന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ടിപ്പ് പറഞ്ഞു കേട്ടോ. അതായത് നമ്മളിത് കത്തി വെച്ചിട്ട് ഇങ്ങനെ 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 ചുരണ്ടി ചുരണ്ടി എടുക്കണ്ടേ കേട്ടോ. കുറെ ചില ആൾക്കാർക്ക് പേടിയായിരിക്കും ഇങ്ങനെ കത്തി കൊണ്ട് ചെറുണ്ട്. മടിയുള്ള ആൾക്കാരുണ്ടാവും. എനിക്ക് മടിയാട്ടോ. കണ്ടോ നമ്മളിങ്ങനെ അങ്ങനെ കണ്ടില്ലേ? അതായത് ചില ആൾക്കാർക്ക് കത്തിക്ക് മൂർച്ചയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചുരണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ പറഞ്ഞു കേട്ടോ. ആദ്യം ചേമ്പ് നന്നായിട്ട് കഴുകുക. നന്നായിട്ട് കഴുകി വെള്ളം ഒഴിവാക്കിയതിനു ശേഷം കണ്ടോ, ഇതാണ് നമ്മുടെ ആയുധം. ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചേമ്പ് എളുപ്പത്തിൽ നന്നാക്കാൻ പോകുന്നത്. അതായത് കത്തി വെച്ചിട്ടാണ് ഇത്രയും നേരം എടുത്തിരുന്നത്. പീലർ വെച്ചിട്ട് കണ്ടോ, ചേമ്പ് പീലർ കൊണ്ട് കണ്ടോ എളുപ്പം വേഗം പണി കഴിയും കേട്ടോ. കണ്ടില്ലേ എത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞല്ലേ. കണ്ടില്ലേ? അങ്ങനെ ഞാന് പീലർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തതാ കേട്ടോ ചേമ്പ് മുഴുവനും. കണ്ടോ, വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ അപ്പൊ കത്തി കൊടുത്താല് കത്തി കൊണ്ട് അവരുടെ കൈ മുഴുവൻ വിചാരിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ അവരോട് പറയുന്നത്. അതാ പീലറും ഇതും കൊടുക്കുക. അങ്ങനെ നന്നാക്കി തരാൻ പറഞ്ഞു. ഇനി വികൃതി കളിക്കുന്ന സമയത്തേ എന്ത് ചെയ്യുന്നറിയോ? ഇതിന്റെ 10 ചേമ്പും ഇതും തരും. എന്നിട്ട് നന്നാക്കാൻ ഇതൊക്കെ മക്കൾക്ക് പറ്റിയ പണിയാണ്ടല്ലേ. കത്തി എടുക്കുമ്പല്ലേ കൈ മുറിയാം. കത്തിയോണ്ട് എത്തണ്ടല്ലോ. അതുകൊണ്ടോ നിന്റെ എളുപ്പം കഴിഞ്ഞ് വേഗം കഴിഞ്ഞു. എന്നിട്ട് പുഴുങ്ങും. എന്നിട്ട് നല്ലൊരു ചമ്മന്തി കൊടുത്ത് നമുക്ക് ചേമ്പ് പുഴുങ്ങിയാ തിന്നൂലേ? ഇഷ്ടല്ലേ? ഇഷ്ടല്ലാന്ന് വല്ലാണ്ട് നല്ല ഒടിച്ച ചമ്മന്തി, കുരുമുളക് ചമ്മന്തി. സത്യം പറഞ്ഞാല് ചേമ്പ് തിന്നാൻ മാത്രമേ എനിക്ക് അറിയൂ കേട്ടോ. ചേമ്പ് വൃത്തിയാക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ചേമ്പ് ഒറ്റയ്ക്ക് നന്നാക്കുന്നത്. ഞാന് ഇതാണ് എന്റെ അടുക്കളയിലെ യന്ത്രം. ഇത് വെച്ചിട്ടാണ് എന്റെ പരിപാടികൾ മുഴുവൻ. ഞാൻ ആദ്യം എല്ലാ സാധനങ്ങളും ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഇതിനെ കൊണ്ട് പോകുന്നുള്ളത്. അങ്ങനെ വെറുതെ നോക്കിയതാട്ടോ ചേമ്പ്. ഇതിനെ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയത്. അപ്പൊ നമുക്ക് കത്തീനെക്കാട്ടിലും കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. ജസ്റ്റ് പൈപ്പ് മെല്ലെ തുറന്നിട്ട് അതിന്റെ ചോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വേഗം കഴിയും കേട്ടോ. കണ്ടോ, കണ്ടില്ലേ? കണ്ടോ വേഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഷേഡോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കത്തി കൊണ്ട് ഒന്ന് വേണമെങ്കിൽ ചെത്തി കളഞ്ഞാൽ മതി കേട്ടോ. ഇനി ചേമ്പ് നന്നാക്കുന്ന സമയത്ത് പിന്നെ ഒരു കൊഴുപ്പ് ഉണ്ടാവും. ആ കൊഴുപ്പ് ഇങ്ങനെ കൈമലാവുമ്പോ ഇത് നനയുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കാം. അത് ഓക്കെ ആയിട്ടോ. ഇനി കത്തി കൊണ്ട് ചിരണ്ടിയിട്ട് അതിന്റെ സ്കിന്ന് തേച്ചും പോയില്ല, അല്ലെ ചില ആൾക്കാർക്കൊക്കെ ചൊറിയും കഴിച്ചാൽ. ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കട്ടോ, ഫുൾ ക്ലീൻ ചെയ്യുന്നത് കണ്ടില്ലേ? ഫുള്ള് ക്ലീൻ ആക്കിട്ടോ. ചേമ്പ് നന്നാക്കുമ്പോ കണ്ടത് അങ്ങനത്തെ കുറച്ച് കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് വേണമെങ്കിൽ കത്തി വെച്ചിട്ട് ഒന്ന് പോക്കി കൊടുത്താൽ മതി. അതിന്റെ തലയും വാലൊന്നും വെട്ടാണ്ടാവും കേട്ടോ. അമ്മ ഇനി ചെത്തിട്ടില്ലേ ഒക്കെ ഇനി വൃത്തിയാക്കില്ലേ?